ഒരു ദീർഘകാലം സംഘപരിവാറിൽ RSSൽ പ്രവർത്തിച്ച ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ആ ഐഡിയോളജിക്ക് മറന്ന് ഒരു മതേതര പാർട്ടിയിൽ ചേരുക, ഇതിൽ സംശയം ഉന്നയിക്കുന്ന പലരുണ്ട്. ഇപ്പോൾ അനിൽകുമാറിനെ പോലെ തന്നെ അങ്ങനെ കഴിയുമോ ഒരാൾക്ക്? പൂർണ്ണമായി ഒരു പ്രത്യയശാസ്ത്രം മാറാൻ കഴിയുമോ? അതോ അദ്ദേഹം RSSന്റെ ഐഡിയോളജി കോൺഗ്രസിലേക്ക് കൂടി പകർത്തുമോ എന്നുള്ള ഒരു സ്വാഭാവിക സംശയമാണ്. അങ്ങനെ ഒരാൾക്ക് മാറാൻ കഴിയുമോ പെട്ടെന്ന് എന്നുള്ളത്? ആ ചോദ്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കോൺഗ്രസ് ആയിരുന്നില്ലേ? AK ഗോപാലൻ കോൺഗ്രസ് ആയിരുന്നില്ലേ? മറുപടി പറഞ്ഞോട്ടെ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്നതുപോലെ RSSന്റെ സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർജി ഗാന്ധിയിൽ ഇഷ്ടപ്പെട്ട് ഗാന്ധിയുടെ കോൾ കേട്ട് 1 വർഷത്തോളം ജയിലിൽ കിടന്ന ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാവരും ഒരുമിക്കുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഞാൻ പലപ്പോഴും വിചാരിക്കാം ഈ RSS ഇല്ലായിരുന്നെങ്കിൽ അനിൽകുമാർജിയും നമ്മുടെ രാജീവ് പി നായർ സാറും എന്ത് പറയുമായിരുന്നു എന്നുള്ളതാണ്. ഫുൾ RSS സെൻട്രിക് ആണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ല. ഇനി ഞാൻ കൂടെ ഇടപെട്ടോണ്ടൊരു കാര്യം പറയാം. ആ എലിഫന്റിന്റെ വിഷയം, രാജ്യം ഭരിക്കുകയാണ്. RSS രാഷ്ട്രപതി, RSSകാരൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയൊക്കെ രാജ്യത്തിരുന്നാണ് നമ്മൾ RSSനെ പറ്റി പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. എന്താ അറിയോ, RSS അവിടുത്തെ ഹിന്ദു വലതുപക്ഷമാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിം ധാരണകളിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ RSSന്റെ അടിസ്ഥാനം പോലും ഉണ്ടാകുന്നത്. അതായത് ഖിലാഫത്ത് സമരത്തിനെ അടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹെഡ്ഗേവാർജി അന്ന് ഗാന്ധിജിയുടെ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും 1 വർഷം ജയിലിൽ കിടക്കുകയും ചെയ്യാൻ അതിൻ്റെയൊക്കെ ചരിത്രമുണ്ട്. ഈ ഹിന്ദു വലതുപക്ഷമാണ് പിന്നീട് RSSകാരായി പോയത്. ആ സെക്കുലർ ഇടതുപക്ഷം EM ശങ്കരൻ നമ്പൂതിരിപ്പാടും AK ഗോപാലൻ സാറും അടക്കം ഉള്ളതെല്ലാം മറ്റേ ഇടതുപക്ഷമായി പോയി. അവരെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് വിളിച്ചു. ഗാന്ധിജി ആയിരുന്നു ഇതിന്റെ സെന്റർ റൈറ്റ് ആയിട്ട് പട്ടേലും, ഒരു സെന്റർ ലെഫ്റ്റ് ആയിട്ട് നെഹ്റു. അതാണ് ഇന്ത്യയുടെ ചരിത്രം. പോട്ടെ, ഇനി ആ സന്ദീപ് വാര്യരെ കുറിച്ചൊരു കാര്യം. ഈ പാലക്കാട്ടെ ആന മരിച്ചപ്പോൾ അല്ലെങ്കിൽ ആന ചരിഞ്ഞപ്പോൾ ഈ വിഷയം തെറ്റിദ്ധാരണാപരമായി മലപ്പുറത്ത് വന്നു. അതായത് മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന അർത്ഥത്തിലാണ്. മനേകാ ഗാന്ധി മാഡവും നമ്മുടെ സന്ദീപ് വാര്യരൊക്കെ അന്ന് ട്വീറ്റ് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ മനേകാ ഗാന്ധി മാഡത്തെ കോൺടാക്ട് ചെയ്തു. മനേകാ ഗാന്ധി മാഡം പബ്ലിക്കലി തന്നെ അക്നോളജ് ചെയ്തു. അതിൽ ഞാൻ പറയട്ടെ, മാഡം പാലക്കാടാണ് സംഭവിച്ചത്. സന്ദീപ് വാര്യർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കാലത്ത് അങ്ങനെ ആർക്കെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അങ്ങ് പോവല്ലേ നല്ലത്. ശ്രീ പിണറായി വിജയൻ അവർ ഞാൻ അദ്ദേഹത്തെ എന്നും എതിർക്കുന്ന ആളാണ്. അനിൽകുമാർ സാറിനോട് എന്നും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തന്നെ സെക്കുലർ അവർ വിളിക്കുന്ന കാര്യം തെളിയിച്ച വ്യക്തിയല്ലേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ കല്യാണം അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മതത്തിന്റെ വ്യത്യാസമില്ലാതെ തെളിയിച്ച വ്യക്തിയല്ലേ. അപ്പൊ ഈ ബാക്കിയുള്ളവർക്ക് വർഗീയ ചാപ്പ അടിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാം RSSന്റെ ആൾക്കാർ. ഇനി മറുഭാഗത്ത് ഇതാണ്, സന്ദീപ് വാര്യരുടെ പുറകെ ഇല്ലൂമിനാറ്റിയാണ്, അതിഭീകരമായ മട്ടാഞ്ചേരി മാഫിയാണ് സന്ദീപ് വാര്യരെ ഉയർത്തിയെന്നൊക്കെയാണ് നമ്മുടെ വലതുപക്ഷത്തെ എന്റെയൊക്കെ സംഘ സുഹൃത്തുക്കളും വലതുപക്ഷ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി മാഫിയക്കെതിരെ ആഞ്ഞടിച്ച ആളായിരുന്നു സന്ദീപ് വാര്യർ. ആ കോയിനേജിന്റെ ഉപജ്ഞാതാവ് തന്നെ സന്ദീപ് വാര്യരാണ്. സിനിമാക്കാരിൽ ചിലർ മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിച്ചു. സന്ദീപ് വാര്യരുടെ ഒരു നന്മ ഞാൻ പറയാം. ഞാൻ നേരിട്ട് കണ്ടൊരു നന്മ, നമ്മുടെ അജു വർഗീസ് ഉണ്ടല്ലോ, സിനിമാ താരം. സന്ദീപ് വാര്യരും അജു വർഗീസും പബ്ലിക്കലി കോർത്തതാണ് ഒരിക്കൽ. പക്ഷെ പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്ന ഞാൻ കാണുകയും ഒരുമിച്ച് പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന കാണുകയും ചെയ്തു. പണ്ടത്തെ നിലപാടുകളിൽ തെറ്റുണ്ടെങ്കിൽ കൂടുതൽ ശരിയിലേക്ക് പോകാം. ഗാന്ധിജി RSSന്റെ ശാഖകളിലേക്ക് പോയി സന്ദീപ് വാര്യർ BJPയിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്തപ്പോൾ ചാടി പുറപ്പെട്ട് കോൺഗ്രസിൽ ചേർന്നതല്ല. അദ്ദേഹത്തിന് ഒരു പ്രത്യയശാസ്ത്രപരമായ മാറ്റം തന്നെയാണ്. അങ്ങനെയാണ് സന്ദീപ് വാര്യർക്ക് എന്നും ഒരു മതസൗഹാർദ്ദത്തിന്റെ സ്ട്രാൻഡ് ഉണ്ടായിരുന്നു. ശാസ്ത്രപരമായ മാറ്റം തന്നെയാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. അല്ല, സന്ദീപ് വാര്യർക്ക് എന്നും ഒരു മതസൗഹാർദ്ദത്തിന്റെ സ്റ്റാൻഡ് ഉണ്ട്. അങ്ങ് ആലോചിക്കണം. അതിന്റെ പ്രധാനം, അദ്ദേഹം BJPയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണായി നിൽക്കുമ്പോഴാണ് ഈ മതസൗഹാർദ്ദ പോസ്റ്റ് ഇട്ടതിന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. സന്ദീപ് വാര്യരെ അഭിനന്ദിച്ചത് ഞാനും നമ്മുടെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും ഒക്കെയാണ് ആദ്യം അഭിനന്ദിച്ചത്. അപ്പോൾ ഒരാളിൽ നന്മ കണ്ടാൽ അതിൽ ബിൽഡ് ചെയ്യുക, ആ നന്മയെ പോസിറ്റീവായി കാണുക. സന്ദീപ് വാര്യർ പണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെ മോശമാക്കുക. അപ്പം പാണക്കാട് കൊടപ്പനക്കൽ തറവാടെടുത്തത് വലിയ നിലപാടാണ്. അങ്ങനെ പുതിയ ഒരു നന്മയിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാടുകൾ മാറ്റി വരികയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. അവർ 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും മറ്റേത് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഗണവേഷം ധരിച്ചിരുന്നു, സന്ദീപ് വാര്യരെയും പബ്ലിക്കലി ഡ്രസ് ഊരിയിട്ട് കത്തിക്കണോ, അതും പ്രാക്ടിക്കൽ അല്ല. അപ്പം പോസിറ്റീവായി ഇത്തരം കാര്യങ്ങളെ കാണണം. ഒരു മധ്യവർത്തി നിലപാടിലേക്ക് നാട്ടുകാരിൽ ആര് വന്നാലും, ഒരു സെന്റർ റൈറ്റ് ആണെങ്കിലും സെന്റർ ലെഫ്റ്റ് ആണെങ്കിലും, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിന് തന്നെ അപജയമാണ്. നമ്മുടെ പബ്ലിക് ഡിസ്കോഴ്സ് അതുകൊണ്ട് താഴെ. ഈ 2 വിഷയങ്ങൾ എനിക്ക് വ്യക്തിപരമായി അറിയാണ്ടോ പറഞ്ഞേ ഉള്ളൂ.